Hi everyone, welcome to the topic of airline geography. ഇനി എയർലൈൻ ജോഗ്രഫിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് ജോഗ്രഫി എന്താണെന്ന് കാണാം. What do you mean by geography? ജോഗ്രഫി എന്നുള്ള വേർഡിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ജിയോ പ്ലസ് ഗ്രഫി. That means geo means world and graphy means study. That means geography means the study of the world. ഇനി എയർലൈൻ ജോഗ്രഫിയിലേക്ക് വരികയാണെങ്കിൽ എയർലൈൻ ജോഗ്രഫി എന്ന് പറയുന്നത് എയർലൈനുമായിട്ട് ബന്ധപ്പെട്ട വേൾഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ വേരിയസ് എയർപോർട്ട്സ് ഉണ്ടാവും, സിറ്റീസ് ഉണ്ടാവും, നേഷൻസ് ഉണ്ടാവും, കൺട്രീസ് ഉണ്ടാവും, അതുമായിട്ട് റിലേറ്റ് ചെയ്യിക്കുന്ന എയർലൈൻ്റെ കാര്യങ്ങളുണ്ടാകാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എയർലൈൻ ജോഗ്രഫി. ഇനി എയർലൈൻ ജോഗ്രഫി ഡിസൈഡ് ചെയ്തിരിക്കുന്നത് അയാട്ടയാണ്. അയാട്ട ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് എയർലൈൻ ജോഗ്രഫി നമ്മൾ മൂവ് ചെയ്യുന്നത്. IATA means is a non-political and voluntary association, and it's organized in 1990 by the 6 airlines. എയർ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്ന നോൺ പൊളിറ്റിക്കൽ വോളണ്ടറി ഓർഗനൈസേഷനാണ്, അസോസിയേഷനാണ് അയാട്ട എന്ന് പറയുന്നത്. ഇനി നമുക്ക് എയർലൈൻ ജോഗ്രഫി രണ്ട് തരത്തിലുണ്ട്. ഇന്റർനാഷണൽ എയർലൈൻ ജോഗ്രഫിയും ഡൊമസ്റ്റിക് എയർലൈൻ ജോഗ്രഫിയും ഉണ്ട്. ഓക്കെ, ഇന്റർനാഷണൽ ദ വേർഡ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇന്റർനാഷണൽ ട്രാവൽ മീൻസ് എയർ ട്രാവൽ വിത്ത് ഓൾ ദ വേൾഡ്. ദ ഡൊമസ്റ്റിക് എയർലൈൻ ജോഗ്രഫി മീൻസ് ട്രാവൽ വിത്തിൻ ദ ബൗണ്ടറി ഓഫ് എ കൺട്രി. നമ്മുടെ ഇന്ത്യൻ ഡൊമസ്റ്റിക് ജോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാവൽ വിത്തിൻ ദ ഏരിയ ഓഫ് അവർ ബൗണ്ടറി. ഓക്കെ, അതുപോലെ ഓരോ രാജ്യത്തിനും വ്യത്യാസപ്പെട്ടിരിക്കും ഈ എയർലൈൻ ഡൊമസ്റ്റിക് ജോഗ്രഫി എന്ന് പറയുന്നത്. നമുക്കറിയാം വേൾഡിലെ മുഴുവൻ ട്രാവലിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അയാട്ടയാണ്, അല്ലെങ്കിൽ അതിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന അയാട്ടയാണ്. അയാട്ട 3 ട്രാഫിക് കോൺഫറൻസ് ഏരിയാസ് ആയിട്ട് വേൾഡിനെ തിരിച്ചിട്ടുണ്ട്. അയാട്ടയാണ് വേൾഡിലെ മുഴുവൻ ട്രാഫിക് കോൺഫറൻസ് നിയന്ത്രിക്കുന്നത്. അയാട്ട ട്രാഫിക് കോൺഫറൻസിന് വേണ്ടിയിട്ട്, ട്രാഫിക്കിന് വേണ്ടിയിട്ട്, എയർലൈൻ ട്രാഫിക്കിന് വേണ്ടിയിട്ട് വേൾഡിനെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. TC1, TC2 ആൻഡ് TC3. ഇതിൽ TC1 ഗ്രീൻലാൻഡ്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക, ഈ ഒരു പോർഷനെ സെൻട്രൽ അമേരിക്ക എന്ന് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. TC2 യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് പോർഷൻ, ഇവിടെയാണ് മിഡിൽ ഈസ്റ്റ് പോർഷൻ വരുന്നത്, ആൻഡ് ആഫ്രിക്ക. ആൻഡ് TC3 ഏഷ്യ, ഓസ്ട്രേലിയ, അഡ്ജസൻ്റ് ഐലൻഡ്സ് എല്ലാം കൂടെ പെടുന്നതാണ് TC3 എന്ന് പറയുന്നത്. ട്രാഫിക് കോൺഫറൻസ് ഏരിയ 1 അല്ലെങ്കിൽ TC1 എവിടെയാണെന്ന് നോക്കാം. TC1 എന്ന് പറയുന്നത് നോർത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക, കരീബിയൻ ഏരിയ, സൗത്ത് അമേരിക്ക. ഈ 4 പോർഷനാണ് TC1 വരുന്നത്. ഇതിനെ തന്നെ, ഈ TC1 തന്നെ നമ്മൾ പൊതുവെ നോർത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക, കരീബിയൻ ഏരിയ, സൗത്ത് അമേരിക്ക എന്ന് പറയുമെങ്കിലും അതിനെ എഗെയിൻ ക്ലാസിഫൈഡ് ചെയ്തിരിക്കുന്നു. നോർത്ത് അറ്റ്ലാന്റിക് സബ് ഏരിയ, മിഡ് അറ്റ്ലാന്റിക് സബ് ഏരിയ ആൻഡ് സൗത്ത് അറ്റ്ലാന്റിക് സബ് ഏരിയ. ഓക്കെ, ഈ ടോട്ടൽ ഏരിയനെ TC1 കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് TC ക്ലാസിഫിക്കേഷൻ നമ്പർ 1, നോർത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക, കരീബിയൻ ഏരിയ, സൗത്ത് അമേരിക്ക എന്ന് പറഞ്ഞിട്ട്. ഈ TC1 തന്നെ നമുക്ക് വേറൊരു ക്ലാസിഫിക്കേഷനും കൂടെ പറയാവുന്നതാണ്. എന്ത്? നോർത്ത് അറ്റ്ലാന്റിക് സബ് ഏരിയ, ദാറ്റ് ഈസ് കാനഡ, ഗ്രീൻലാൻഡ്, മെക്സിക്കോ ആൻഡ് USA ആണ് ഇതിൽ മെയിനായിട്ടും ഉൾപ്പെടുന്നത്. ഇതിൽ കുറച്ച് ഐലൻഡ്സ് ഉൾപ്പെടുന്നുണ്ട്. ഹെയ്ത്തി, അലാസ്ക, പ്യൂട്ടോറിക്കോ തുടങ്ങിയ ഐലൻഡ്സ്, വെർജിൻ ഐലൻഡ്സും ഈ രാജ്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്നതാണ്. ഇനി മിഡ് അറ്റ്ലാന്റിക് സബ് ഏരിയ എന്ന് പറയുന്നത് സെൻട്രൽ അമേരിക്ക ഉൾപ്പെടും, സൗത്ത് അമേരിക്കയിൽ ഉൾപ്പെടും, പനാമ കനാൽ സോൺ ഉൾപ്പെടും. ABCPU കൺട്രീസ് മാത്രം ഇതിൽ പെടത്തില്ല. ABCPU കൺട്രീസ് എന്ന് പറയുന്നത് അർജന്റീന, ബ്രസീൽ, ചിലി, പരാഗ്വേ, ഉറുഗ്വേ, ഈ 5 രാജ്യങ്ങളെയാണ് ABCPU കൺട്രീസ് എന്ന് പറയുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് നോക്കാം. കാനഡ, USA, സെന്റ് പിയർ ആൻഡ് മിക്വലിൻ എന്ന് പറയുന്ന രാജ്യം. ദെൻ
സൗത്ത് അമേരിക്ക, ഇത് നോർത്ത് അമേരിക്കൻ പോർഷനാണ്. നോർത്ത് അമേരിക്കയിൽ ആകെ 3 രാജ്യങ്ങളെ വരുന്നുള്ളൂ. ഇനി സൗത്ത് അമേരിക്കയിൽ അർജന്റീന, ഇക്വഡോർ, പെറു, ബൊളീവിയ, ഫ്രഞ്ച് ഗുനിയ, സുരിനാം, ബ്രസീൽ, ഉറുഗ്വേ, ചിലി, പനാമ, വെനിസ്വല, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതായത് സതേൺ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടാണ് സൗത്ത് അമേരിക്ക എന്ന് പറയുന്നത്. ഈ നോർത്ത് അമേരിക്കയ്ക്കും സൗത്ത് അമേരിക്കയ്ക്കും ഇടയിൽ ഇവിടെ ഒരു വാല് പോലെ കാണാം. ഈ ഏരിയയാണ് സെൻട്രൽ അമേരിക്ക എന്ന് പറയുന്നത്. നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയ്ക്കും ഇടയിൽ കാണുന്ന വാല് പോലെ കരീബിയൻ ഓഷ്യനിൽ കിടക്കുന്ന ചെറിയ കുറച്ച് രാജ്യങ്ങളെയാണ് സെൻട്രൽ അമേരിക്കൻ പോർഷൻ എന്ന് പറയുന്നത്. അതായത് കോസ്റ്ററിക്ക, ബ്രസീലിയ, ഗ്വാറ്റിമാല, ഹോണ്ടുറാസ്, നിക്കരാഗ്വ എന്നൊക്കെ പറയുന്ന കുറച്ച് രാജ്യങ്ങളാണ് ഈ പറയുന്ന TC1 സെൻട്രൽ അമേരിക്കൻ പോർഷൻ. ഇത് കരീബിയൻ. നെക്സ്റ്റ് പോർഷൻ കരീബിയൻ ഏരിയ ആണ്. കരീബിയൻ ഏരിയ എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയ്ക്കും സൗത്ത് അമേരിക്കയ്ക്കും ഇടയിൽ നമ്മൾ പറഞ്ഞു സെൻട്രൽ അമേരിക്ക ഉണ്ട്. ഈ സെൻട്രൽ അമേരിക്കയുടെ തൊട്ട് സൈഡിലായിട്ടാണ് കരീബിയൻ സീ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈ കരീബിയൻ സീയിലുള്ള കുറേ ഐലൻഡ്സ് ആണ് കരീബിയൻ ഏരിയ എന്ന് പറയപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരെണ്ണമാണ് ബർമുഡ എന്ന് പറയുന്നത്. ബർമുഡ ട്രയാങ്കിൾ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്കയുടെയും ഇടയിൽ കരീബിയൻ സീയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഈ ഐലൻഡ്സിനെയാണ് കരീബിയൻ ഏരിയ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. മെയിനായിട്ടുള്ള രാജ്യങ്ങളെല്ലാം ഒന്നും നമുക്ക് ഫെമിലിയർ അല്ല എങ്കിൽ പോലും ബഹാമാസ്, ഫ്രഞ്ച് ഗുനിയ, സുരിനാം, ബർമുഡ, ബാർബഡോസ്, ജമൈക്ക, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ട്രാഫിക് കോൺഫറൻസ് ഏരിയ 2 അല്ലെങ്കിൽ TC2 നോക്കാം. TC2 മെയിനായിട്ടും ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡ്സ്. ഈ പോർഷൻ ഇന്ത്യൻ ഓഷ്യൻ പോർഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡ്സ്. ഈ ഇത്രയും രാജ്യങ്ങളാണ് നമുക്ക് മെയിനായിട്ടും കാണാൻ പറ്റുക. കൺട്രീസ് ഏതൊക്കെയാണെന്ന് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കൻ പോർഷനെ തന്നെ സെൻട്രൽ ആഫ്രിക്ക, ഈസ്റ്റേൺ ആഫ്രിക്ക, സതേൺ ആഫ്രിക്ക, ലിബിയ, ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡ്സ്, വെസ്റ്റേൺ ആഫ്രിക്ക എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കനെ തന്നെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന സെക്ഷനാണിത്. നമ്മൾ യൂറോപ്പിനെയോ മിഡിൽ ഈസ്റ്റിനെയോ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല, പിന്നെയും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ആഫ്രിക്കേനെ മാത്രമാണ് പിന്നെ സബ് ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ആഫ്രിക്ക രാജ്യങ്ങളാണ് മലാവി, സാംബിയ, സിംബാബ്വെ തുടങ്ങിയത് സെൻട്രൽ ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. ഇത് മാപ്പ് വെച്ച് നമുക്ക് നോക്കാം. യൂറോപ്പിൽ തന്നെ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ചില സബ് ഏരിയാസ് ഉണ്ട്. യൂറോപ്യൻ കോമൺ ഏവിയേഷൻ ഏരിയ, എക്കണോമി ആൻഡ് മോണിറ്ററി യൂണിയൻ, സ്കാൻഡിനേവിയൻ കൺട്രീസ്. ഇത് മൂന്നും നമ്മൾ യൂറോപ്പിനെ തന്നെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങളാണ്. യൂറോപ്പ് പക്ഷെ പൊതുവെ നമ്മൾ യൂറോപ്യൻ കൺട്രീസ് എന്ന് തന്നെ പറയുന്നതേ ഉള്ളൂ. യൂറോപ്പിനെ അൽബേനിയ, അൾജീരിയ, എനോറ, അർമേനിയ, ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി, റൊമേനിയ, ഉക്രൈൻ, പോളണ്ട്, ജർമ്മനി, UK, അയർലൻഡ്, നോർവേ, ഫിൻലാൻഡ്, റഷ്യനെ നമുക്കറിയാം ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്. റഷ്യ ഇൻ യൂറോപ്പ് എന്നും റഷ്യ ഇൻ ഏഷ്യ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റഷ്യ ഇൻ യൂറോപ്പിൽ വരുന്നത് മോസ്കോ ഒക്കെ വരുന്നത് റഷ്യ ഇൻ യൂറോപ്പിൽ വരുന്നതാണ്. മെയിനായിട്ടും റഷ്യ മാത്രമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. റഷ്യ ഇൻ യൂറോപ്പും ഉണ്ട്, റഷ്യ ഇൻ ഏഷ്യയും ഉണ്ട്. ബാക്കി എല്ലാ രാജ്യങ്ങളും, യൂറോപ്പിൽ വരുന്ന എല്ലാ രാജ്യങ്ങളും ഈ യൂറോപ്യനിൽ പെടുന്നതാണ്. മിഡിൽ ഈസ്റ്റ് കൺട്രി, മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ബഹ്റൈൻ, ഈജിപ്ത്, ഇറാൻ, ഇസ്രായേൽ, ഇറാഖ്, ജോർദാൻ, കുവൈറ്റ്, ലെബനോൺ, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, സിറിയൻ അറബ് റിപ്പബ്ലിക്, സുഡാൻ, UAE എന്ന് പറയുന്നത് നമുക്കറിയാം അജ്മാൻ, ദുബായ്, റാസൽ ഖൈമ, ഷാർജ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളതാണ് ഏത് UAE എന്ന് പറയുന്നത്. ആൻഡ് യമൻ.
ഇതിൽ ഒരു ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈജിപ്ത് എന്ന് പറയുന്നത് ആഫ്രിക്കൻ കൺട്രിയാണ്. ഈജിപ്ത് ആഫ്രിക്കൻ കൺട്രിയാണ്. പക്ഷേ നമ്മൾ ട്രാവൽ കോൺഫറൻസ് ഏരിയ അല്ലെങ്കിൽ ട്രാഫിക് കോൺഫറൻസ് ഏരിയ എയർലൈൻ ട്രാഫിക്കിൽ ഈജിപ്ത് മിഡിൽ ഈസ്റ്റിൻ്റെ കൂടെയാണ് മെൻഷൻ ചെയ്യുന്നത്. ഇതിൽ ആഫ്രിക്കൻ കൺട്രിയായ ഈജിപ്ത് മിഡിൽ ഈസ്റ്റിൻ്റെ പാർട്ടിലാണ് വരുന്നത്. ഇത് മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം. നമ്മൾ പറഞ്ഞ ആഫ്രിക്കൻ പോർഷനെ സെൻട്രൽ ആഫ്രിക്ക, ഈസ്റ്റേൺ ആഫ്രിക്ക, സദേൺ ആഫ്രിക്ക, ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡ്സ്, വെസ്റ്റേൺ ആഫ്രിക്ക എന്നൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൽ സെൻട്രൽ ആഫ്രിക്കൻ കൺട്രി എന്ന് പറയുന്നത് സാംബിയ, സിംബാബ്വെ, മലാവി. ഈ 3 രാജ്യങ്ങളാണ് സെൻട്രൽ ആഫ്രിക്കൻ കൺട്രീസ് എന്ന് പറയുന്നത്. ഈസ്റ്റേൺ ആഫ്രിക്ക എന്ന് പറയുന്നത് ഈസ്റ്റേൺ സൈഡിലേക്ക് പോവാം. എത്യോപ്യ, കെനിയ, സൊമാലിയ, ടാൻസാനിയ, ഇവിടെയുള്ള ഈ രാജ്യങ്ങളാണ് ടാൻസാനിയ, ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ പെടുത്തുന്നത്. ഇവിടെ മുതലുള്ള രാജ്യങ്ങളെയാണ് നമ്മൾ മെയിനായിട്ടും ഈ കുറച്ച് രാജ്യങ്ങളെയാണ് നമ്മൾ ഈസ്റ്റേൺ ആഫ്രിക്കൻ പോർഷൻസ് എന്ന് പറയുന്നത്. ഇനി സദേൺ ആഫ്രിക്ക എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക, ദെൻ നാംബിയ, സ്വാസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ കാണുന്ന ഏറ്റവും സതേൺ സൈഡിൽ കാണപ്പെടുന്ന രാജ്യങ്ങളെയൊക്കെയാണ് നമ്മൾ സതേൺ ആഫ്രിക്കൻ പോർഷൻ എന്ന് പറയുന്നത്. ലിബിയനെ ഒരു സ്പെഷ്യൽ പോർഷനായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത് ആഫ്രിക്കയിൽ. ദെൻ ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡ്സിൽ മെയിനായിട്ട് നമുക്കറിയാൻ പറ്റുന്ന മഡഗാസ്കർ, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം കൂടെ ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡ്സിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഐലൻഡ്സുകളെ എല്ലാമാണ് പറയുന്നത്. ഇതാണ് ആഫ്രിക്കയുടെ സൈഡിൽ നമുക്ക് കാണാം ആഫ്രിക്ക, ഇന്ത്യൻ ഓഷ്യൻ, ഒരു പോർഷൻ ഇന്ത്യൻ ഓഷ്യനും ഒരു ഭാഗം അറ്റ്ലാന്റിക് ഓഷ്യനുമാണ് വരുന്നത്. അതിൽ ഇന്ത്യൻ ഓഷ്യൻ പോർഷനിൽ വരുന്ന ചെറിയ ഐലൻഡ്സിനെ എല്ലാം കൂടിയാണ് നമ്മൾ ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡ്സ് എന്ന് പറയുന്നത്. ദെൻ വെസ്റ്റേൺ ആഫ്രിക്ക എന്ന് പറയുന്നത് അങ്കോള, കാമറൂൺ തുടങ്ങിയ രാജ്യങ്ങളെ എല്ലാം ഉൾപ്പെടുന്ന ഈ പോർഷനെയാണ് നമ്മൾ മെയിനായിട്ടും കാമറൂണ്, കോങ്കോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ അല്ലെങ്കിൽ നൈജീരിയ തുടങ്ങി ഇവിടെ നിന്ന് വരുന്ന മുകളിലേക്ക് വരുന്ന എല്ലാ രാജ്യങ്ങളെയും, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലിബിയ, ഈസ്റ്റേൺ ആഫ്രിക്ക, സെൻട്രൽ ആഫ്രിക്ക, സദേൺ ആഫ്രിക്ക ഒഴിച്ചുള്ള ബാക്കി എല്ലാ രാജ്യങ്ങളെയും നമ്മൾ എന്ത് പറയാം? വെസ്റ്റേൺ ആഫ്രിക്കൻ കൺട്രീസ് എന്ന് പറയാൻ പറ്റും. ഇനി ട്രാഫിക് കോൺഫറൻസ് ഏരിയ 3, ദാറ്റ് ഈസ് 3C3. നമ്മൾ ഏഷ്യ സിറ്റുവേറ്റ് ചെയ്യുന്ന, നമ്മുടെ ഇന്ത്യയൊക്കെ സിറ്റുവേറ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന TC3. ഇതിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ സബ് ഏരിയ എന്ന ഒരു ഡിവിഷനുണ്ട്. പിന്നെ സൗത്ത് ഏഷ്യൻ സബ് കോണ്ടിനെന്റ് സബ് ഏരിയ, ജപ്പാൻ കൊറിയ സബ് ഏരിയ, സൗത്ത് വെസ്റ്റ് പസഫിക് സബ് ഏരിയ. ഇങ്ങനെ 4 സബ് ഏരിയാസ് ആയിട്ടാണ് മെയിനായിട്ട് തിരിച്ചിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ സബ് ഏരിയ ഇത് എവിടെയാണെന്ന് നോക്കാം. ഫിലിപ്പൈൻസ്, ചൈന, ഹോങ്കോങ്, മൊറോക്കോ, ഉസ്ബെക്കിസ്ഥാൻ, ഇന്തോനേഷ്യ, മ്യാൻമർ തുടങ്ങിയ രാജ്യങ്ങളെ എല്ലാം ഉൾപ്പെടുന്നതാണ്. അതായത് ചൈനയുടെ ഈ പോർഷനിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന എല്ലാ ഐലൻഡ്സും രാജ്യങ്ങളെല്ലാം കൂടിയാണ് നമ്മൾ ഇവിടെ മെയിനായിട്ടും സൗത്ത് ഈസ്റ്റ് ഏഷ്യ സബ് ഏരിയ എന്ന് പറയുന്നത്. മ്യാൻമർ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ, ഫിലിപ്പൈൻസ്, മനില, ഹോങ്കോങ്, തായ്വാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ഏരിയനെയാണ് നമ്മൾ ഏത് പറയുന്നത്? സൗത്ത് ഈസ്റ്റ് ഏഷ്യ സബ് ഏരിയ എന്ന് പറയുന്നത്. അത് ഏകദേശം ഈ ഒരു പോർഷനിലായിട്ടാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ സബ് ഏരിയ വരിക. ഇനി സൗത്ത് ഏഷ്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയും അഡ്ജസൻറ്റ് കൺട്രീസും നമുക്ക് പറയാം. ഇന്ത്യയും അഡ്ജസൻറ്റ് കൺട്രീസും അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാൽദീവ്സ്, ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ. ഇത്രയും രാജ്യങ്ങളാണ് മെയിനായിട്ടും ഇതിൽ വരുന്നത്. ജപ്പാൻ കൊറിയ സബ് ഏരിയ, ജപ്പാനും കൊറിയയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ, ജപ്പാൻ ഇത് മാത്രമേ ഉള്ളൂ. ഇതിനെ ജാപ്കോർ എന്നും അറിയപ്പെടും.
നമ്മൾ ട്രാവൽ കൺസെപ്റ്റിൽ അതിനെ ജാപ്കോർ എന്ന് അറിയപ്പെടും. ഇനി സൗത്ത് വെസ്റ്റ് പസഫിക് സബ് ഏരിയ. സൗത്ത് വെസ്റ്റ് പസഫിക് സബ് ഏരിയ എന്ന് പറയുന്നത് മെയിനായിട്ട് പോളിനേഷ്യ, ടാങ്ക, കുക്ക് ഐലൻഡ്സ്, ന്യൂസിലാൻഡ്, അമേരിക്കൻ സമോവ തുടങ്ങിയ ഈ ഐലൻഡിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ദ്വീപുകളെ എല്ലാം കൂടെ ബേസ് ചെയ്ത് ഓസ്ട്രേലിയയുടെ ടോപ്പ് പോർഷനിൽ ഐലൻഡിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളെ എല്ലാമാണ് സൗത്ത് വെസ്റ്റ് പസഫിക് സബ് ഏരിയ എന്ന് പറയുന്നത്. ഓസ്ട്രേലിയ പെടുന്നില്ല, പകരം ബാക്കിയല്ല ഓസ്ട്രേലിയയുടെ മുകളിലുള്ള ബാക്കി ഐലൻഡ്സുകളെയാണ് എന്ത് പറയുന്നത്, സൗത്ത് വെസ്റ്റ് പസഫിക് സബ് ഏരിയ എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ് സൗത്ത് ഏഷ്യൻ സബ് ഏരിയ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ സബ് ഏരിയ, ജാപ്കോർ ആൻഡ് സൗത്ത് വെസ്റ്റ് പസഫിക് സബ് ഏരിയ. ഇതാണ് ഈ ഒരു TC3യുടെ ഡിവിഷൻ എന്ന് പറയുന്നത്. നമുക്കൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ഇതാണ് നമ്മുടെ വേൾഡ് മാപ്പ് എന്ന് പറയുന്നത്. ഇതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. TC1, ഇവിടെ നിന്ന് ഇത്രയും പോർഷനാണ് TC1, അതായത് അറ്റ്ലാന്റിക് ഓഷ്യൻ കട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് TC1 ഉള്ളത്. മെയിനായിട്ട് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും സെൻട്രൽ അമേരിക്കയും കരീബിയൻ ഐലൻഡ്സുമാണ് ഇവിടെ മെയിനായിട്ടും സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇനി TC2 എന്ന് പറയുന്നത് റഷ്യയുടെ പകുതി ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. റഷ്യയുടെ പകുതി ഭാഗത്തു നിന്ന് തുടങ്ങി മിഡിൽ ഈസ്റ്റിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട്, മിഡിൽ ഈസ്റ്റ് മാത്രം ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ ഒരു ഏരിയ ഇന്ത്യൻ ഓഷ്യൻ പോർഷൻ കട്ട് ചെയ്ത് നമ്മൾ എടുക്കും. യൂറോപ്പ്, ഇത് യൂറോപ്യൻ പോർഷനാണ്, ഇത് മിഡിൽ ഈസ്റ്റ് പോർഷനാണ്, ഇവിടെയാണ് മിഡിൽ ഈസ്റ്റ് വരുന്നത്. മിഡിൽ ഈസ്റ്റ് പോർഷൻ ആൻഡ് ആഫ്രിക്കൻ പോർഷൻ, ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡ്സ്. ഒന്നും കൂടെ പറയാം, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡ്സ്. ഇത്രയുമാണ് TC2 വരുന്നത്. ആൻഡ് TC3 എന്ന് പറയുന്നത് റഷ്യ ഇൻ ഏഷ്യ പെടും, ചൈന, ഇന്ത്യ, ഇവിടെയുള്ള പസഫിക് ഓഷ്യനിൽ വരുന്ന ഐലൻഡ്സ് എല്ലാം വരും, ഓസ്ട്രേലിയ വരും. ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് എന്ത്, TC3 ഏരിയ എന്ന് പറയുന്നത്. ഇതിനെ എഗൈൻ സബ് ഡിവിഷൻസ് എല്ലാം വരുന്നുണ്ട്. നമുക്ക് സബ് ഡിവിഷൻസ് നോക്കണം. നമുക്ക് മെയിൻ ആയിട്ടുള്ള ഡിവിഷൻസ് മാത്രമാണ് പറയുന്നത്. നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക ആൻഡ് കരീബിയൻ ഓഷ്യൻ ഈസ് ദ TC1 area. Europe, Middle East, Africa is a TC2, and TC3 is Asia and Australia adjacent islands. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ടുമുള്ള ട്രാഫിക് കോൺഫറൻസ് ഏരിയ. താങ്ക് യു.